മാരാമൺ കൺവെൻഷൻ്റെ 7ാം ദിനത്തിലേക്ക് നാം പ്രവേശിക്കുകയാവുന്നു. കഴിഞ്ഞ ഒരാഴ്ചക്കാലം നാം കേട്ടതായ ദൈവവചനത്തിന് മുമ്പാകെ നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. ദൈവം നടത്തുന്ന അത്ഭുതകരമായ വിധങ്ങളെ ഓർത്തുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കോഴഞ്ചേരി മാർത്തോമ്മ പള്ളിയിൽ വെച്ച് നടക്കുന്നതിനുള്ള പുതിയ കുട്ടികളുടെ സുവിശേഷ തൽപരരായ കുട്ടികളുടെ പ്രതിഷ്ഠാ ശുശ്രൂഷയിലേക്ക് ഏവരെയും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. സുവിശേഷ ഘോഷണത്തിൽ പങ്കുചേരുവാൻ അവിടുത്തെ ആർദ്രകന്യ ഞങ്ങളെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നതിനായി മാർത്തോമാ സുറിയാനി സഭയ്ക്കായും സഭാപിതാക്കന്മാർക്കായും പട്ടത്തുവ സമൂഹത്തിനായും സുവിശേഷ വേലക്കാർക്കായും ആത്മായ സമൂഹത്തിനായും നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ സർവശക്തനായ ദൈവത്തിന്റെ ഏകപുത്രനും സകലത്തെയും ജയിപ്പിക്കുന്ന കർത്താവും ഇന്നത്തെ പ്രഭാത യോഗത്തിൽ മാർത്തോമാ സഭയുടെ സഫർഗൻ മെത്രാപ്പൊലിത്തയായിരിക്കുന്ന അഭിമന്യ ഗ്യൂറിസ് മാർ അത്താനേഷ്യസ് സഫർഗൻ മെത്രാപ്പൊലിത്ത തിരുമനസ്സുകൊണ്ട് വചന ശുശ്രൂഷ നിർവഹിക്കുന്നതാണ്. വചന കേൾവിയിലേക്ക് ഏവരെയും ഏറ്റവും വിനയത്തോടുകൂടി സന്തോഷത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളും. ഈ വലിയ കൃപകൾ ദാനം അത് പ്രാപിപ്പാൻ ഞാനും എൻ്റെ കുടുംബവും എന്തുള്ളൂ എന്നത് ഒരു രാജാവ് പറയുകയാണ്. അദ്ദേഹത്തിൻ്റെ ഹൃദയം നന്ദി കൊണ്ട് നിറയുക. ചെയ്തതൊന്നും പോരാ, അത്തരത്തിലാണ് നമ്മുടെ സമീപനം, നമ്മുടെ ഭാവങ്ങളില്ല. എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തതെന്നാലും ദൈവം ചെയ്തത് പോരാ എന്ന് ചിന്തിച്ച് അതൃപ്തി പ്രകടിപ്പിച്ച് സന്തോഷമില്ലാത്തവരായി അസംതൃപ്തരായി കഴിയുന്ന നമ്മുടെ കാര്യത്തിൽ നിശ്ചയമായി വ്യത്യാസമില്ലാതെ രണ്ട് കാര്യങ്ങൾ വലിയ മെത്രാപ്പൊലിത്തയാണ് ചൊവ്വാഴ്ചത്തെ പ്രസംഗം. നാം ഇവിടെ വരുമ്പോൾ ദൈവഹിതം ആരായണം, ദൈവഹിതമറിഞ്ഞാൽ അനുസരിക്കണം. ഇത് രണ്ടും നമ്മുടെ ഒരു ലക്ഷ്യം പോലുമില്ല. ഉദാത്തമായ ലക്ഷ്യങ്ങൾക്കെല്ലാം മങ്ങലേറ്റിരിക്കും. ദൈവഹിതം അറിയണമെന്നുള്ള അഭിവാഞ്ഛയില്ല, അറിഞ്ഞാൽ അനുസരിക്കുകയില്ല. ഒരാളുടെ അനുഗ്രഹം തൻ്റെ അനുഗാമിയുടെ അനുഗ്രഹമായി ഭവിക്കുന്ന സുന്ദരമായ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഈ രണ്ട് ആളുകൾ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. സൺഡേ സ്കൂൾ മുതൽ
ഈ രണ്ട് പ്രവാചകന്മാരെക്കുറിച്ച്, അവരുടെ അനുഗ്രഹീത സ്വഭാവ ശ്രേഷ്ഠതയെക്കുറിച്ച്, പ്രാർത്ഥനാ ജീവിതത്തെക്കുറിച്ച്, അവരുടെ ജീവിതത്തിൽ അവർക്കുള്ളതായ അത്ഭുതങ്ങൾ, ദ പ്രൊവിഡൻഷ്യൽ കെയർ ഓഫ് ഗോഡ്. ഈ ഹോസ്കോട്ട മിഷൻ അതിൻ്റെ പ്രവർത്തനത്തിൻ്റെ 70ാമത്തെ വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. 2016 ജൂൺ മാസം 27-ാം തീയതി. കഴിഞ്ഞ നാളുകളിൽ സൗത്ത് കർണാടകയിലെ മിഷൻ പ്രവർത്തനങ്ങളിൽ ഏറ്റവും ശക്തമായ നേതൃത്വം നൽകുവാൻ ഹോസ്കോട്ട മിഷന് സാധിച്ചു എന്നുള്ളത് വളരെ പ്രസ്താവ്യമർഹിക്കുന്ന ഒരു വസ്തുതയാണ്. ചെയ്തു എന്നുള്ളത് ഈ മിഷനെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു വസ്തുതയാണ്. മിഷൻ ഹോസ്പിറ്റൽ അത് ഇന്ന് 18 ഡോക്ടർമാരും 95 മെഡിക്കൽ പാരാമെഡിക്കൽ സ്റ്റാഫുകൾ ഉൾപ്പെടെ വളരെ സുദീർഘമായ രീതിയിൽ സേവനമനുഷ്ഠിക്കുന്നു. പ്രായാധിക്യത്തിലുള്ള ആളുകൾ എന്നിവരെ കരുതുന്നതിൽ പ്രത്യേകം ശ്രദ്ധ പുലർത്തുന്നു. അവിടെയുള്ള 2 കമ്പാഷൻ പ്രോജക്റ്റുകൾ അത് ഈ നാളുകളിൽ ഏകദേശം 600ഓളം കുഞ്ഞുങ്ങളുടെ അവരുടെ ജീവിതത്തിൽ വളരെ ക്രിയാത്മകമായ വ്യത്യാസം വരുത്തുവാൻ ഈ നാളുകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്കൊരു ഡയാലിസിസ് യൂണിറ്റ്, HIV/AIDS കൗൺസിലിംഗ് സെൻറ്റർ മുതലായ പ്രവർത്തനങ്ങൾ വളരെ സന്തോഷകരമായ രീതിയിൽ പ്രവർത്തിക്കുന്നു. CSS ആരംഭിച്ചിട്ട് ഇപ്പോൾ 90 വർഷമായി. ഓരോ വർഷവും 100 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന ക്രമീകരണമാണ് CSS ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാരാമൺ കൺവെൻഷനിലെ ഒരു പ്രധാനപ്പെട്ട സ്റ്റോള് CSSൻ്റെയാണ്. CSSൽ നിന്നാണ് മറ്റ് പല സ്റ്റോളുകളിലേക്കും ബുക്കുകൾ കൊണ്ടുപോവുകയും ആ ഒരു ക്രിസ്തീയ ശുശ്രൂഷ രംഗങ്ങളിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. ഈ നാടിന്, ഈ പത്തനംതിട്ട ദേശത്ത്, അതുപോലെ മാർത്തോമാ സഭ വിളിച്ചൊഴുതുന്ന ഈ സുവിശേഷം ഇതിലെ ഓരോ മണൽത്തരിയെപ്പോലും അക്ഷരാർത്ഥത്തിൽ പുളകം കൊള്ളിക്കുന്നു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതിൻ്റെ ഭാഗമാക്കുവാൻ കഴിഞ്ഞ 4 വർഷമായി വലിയവനായ ദൈവം എന്നെ സഹായിക്കുന്നു. അതിന് സ്തോത്രം കരയറ്റുന്നു. മാരാമൺ കൺവെൻഷൻ വർഷങ്ങളായിട്ട് ഞാൻ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നൊരു കൺവെൻഷനാണ്. ഞങ്ങളുടെ ഇടവക തന്നെയല്ല, ഞങ്ങളുടെ ഫാമിലിയിൽപ്പെട്ടുള്ള കച്ചൂരിലെ അച്ഛനും ഒക്കെ ഈ മാരാമൺ കൺവെൻഷൻ്റെ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരുന്ന ആളുകളാണ്. മാരാമൺ എഫിലെ കൺവെൻഷൻ അറ്റൻഡ് ചെയ്യുന്നതിൽ ഏറ്റവും സന്തോഷത്തോടെയാണ്, ആത്മാർത്ഥമായിട്ട് അതിൻ്റെ പാട്ടുകൾ കേൾക്കുക, അത് പഠിക്കാൻ ശ്രമിക്കുക, അത് ഉൾക്കൊള്ളാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഒരു വലിയ ഭാഗം. KT ബെഹനാൻ കശീഷായുടെ പിൻതലമുറക്കാരിൽ ഒരാളായ ശ്രീ ഉമ്മൻ നൈനാനും കുടുംബവുമാണ് നമ്മളോടൊപ്പം ഇന്നത്തെ ഈ ന്യൂസ് അവറിൽ നമ്മളോട് സംബന്ധിക്കുന്നത്. മാരാമൺ കൺവെൻഷനിൽ വരിക എന്ന് പറയുന്നത് ചെറുപ്പകാലം മുതലേ നമുക്കൊരു രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാണ്. അതുകൊണ്ട് നമ്മുടെ പഴയ ഒത്തിരി ബന്ധങ്ങൾ പുതുക്കാൻ സാധിക്കാറുണ്ട്. ഒത്തിരി ആത്മീയ പ്രസംഗങ്ങളൊക്കെ കേൾക്കാനും നമുക്ക് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കുവാനും ഒക്കെ സഹായിക്കുന്നുണ്ട്. പാട്ടുകൾ ഇവിടുത്തെ വളരെ ആകർഷണീയങ്ങളാണ്. അത് നമുക്ക് ഒത്തിരി പ്രയോജനം ചെയ്യുന്നതാണ്. ഒരു വർഷം മുഴുവൻ നമ്മളത് വീടുകളിൽ പാടാൻ ശ്രമിക്കുന്നുണ്ട്. കുഞ്ഞുങ്ങൾക്കുമൊക്കെ അതിന് വലിയ അവരെ സ്വാധീനിക്കുന്നുണ്ട്. നല്ല അനുഭവമായിരുന്നു. കുട്ടികളുടെ യോഗത്തിലേക്ക് വന്നിട്ടുണ്ട്, അല്ലാത്ത യോഗങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഇത് ഇപ്പം മണലൊക്കെ കുറവാണ്, പോച്ചയെല്ലാം കയറി മണലില്ല. അതാണ് ഏറ്റവും വലിയൊരു വ്യത്യാസം ഇവിടെ കാണുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വന്നപ്പോൾ തുടങ്ങി മാരാമൺ കൺവെൻഷൻ എന്ന് പറയുന്നത് അത് ആത്മീയ അനുഗ്രഹം തന്നെയാണ്. അതിലൊക്കെ ഉപരിയായിട്ട് നമ്മുടെ എല്ലാ സുഹൃത്തുക്കളെയും കാണാനുള്ളൊരു വേദിയോടെയാണ്. ഇപ്പം ഒരു സൗഹൃദം പങ്കുവെക്കാനുള്ളൊരു അവസരം കൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഞാനിവിടെ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് കുട്ടികളുടെ യോഗത്തിനാണ്. കുട്ടികളുടെ യോഗം സ്കൂളിൽ പഠിക്കുമ്പോഴാണെങ്കിലും രാവിലെ നേരത്തെ തന്നെ എണീറ്റ് ഇവിടെ വരികയും പാട്ടും കഥകളൊക്കെ അതൊക്കെ ഭയങ്കര ഒരു രസമായിരുന്നു അതെല്ലാം. അപ്പോൾ അങ്ങനെ ഒത്തിരി സുഹൃത്തുക്കൾ തന്നെയാണ് ഇവിടുത്തെ എനിക്ക് ഏറ്റവും അസറ്റ് എന്ന് പറയുന്നത്. എനിക്കിതിൽ നിന്ന് കിട്ടിയ ഏറ്റവും വലിയ അസറ്റ് സുഹൃത്തുക്കൾ തന്നെയാണ്. പിന്നെ ഇവിടുന്ന് മാരാമൺ കൺവെൻഷൻ്റെ പാട്ടുകൾ അത് നമ്മളെ ഒത്തിരി അധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ്. ഒത്തിരി നല്ല പാട്ടുകൾ ഉണ്ടാവാറുണ്ട്. മാരാമൺ വരുമ്പോൾ ആദ്യം ഒന്ന് മണപ്പുറത്ത് തിരിക്കും. നല്ല മണലായിരുന്നു അന്ന്. കുഴിയൊക്കെ കുഴിക്കും. കുഴിയിൽ കാല് വെച്ച് കുഴി മണ്ണിട്ട് മൂടും. ഒരു വലിയ മണൽ പാറക്കഷ്ണം പറക്കി കൂട്ടും. ഉച്ചയ്ക്ക് നല്ല ചോറുണ്ണും. അത് കഴിഞ്ഞിട്ട് കൺവെൻഷൻ കഴിയുമ്പോൾ പെട്ടെന്ന് തിരുമേനിമാരെ കാണുന്ന സ്റ്റേജിലോട്ട് കൂടും. തിരുമേനിമാരെയൊക്കെ കാണുന്നത് ഭയങ്കര സന്തോഷമായിരുന്നു. ഇത് വളരെ കൊച്ചു പ്രായത്തിൽ കൺവെൻഷൻ പന്തലിൽ ഇറങ്ങിപ്പോയത് ഓർക്ക് ഈ വർഷം കുറച്ചുകൂടെ ശാരീരിക ക്ഷീണം ഉള്ളതുകൊണ്ട് കാറയിലിരുന്ന് വൈകുന്നേരം മാത്രം വന്ന് കേൾക്കും, മടങ്ങിപ്പോകും.
പമ്പ മണൽപ്പുറത്തെ മണൽത്തരികൾ പോലും ഏറ്റുപാടുവാൻ കൊതിക്കുന്ന ആയിരക്കണക്കിന് അതുല്യ ഗീതങ്ങളാണ് ഒരു നൂറ്റാണ്ടിലേറെ പാരമ്പര്യം പേറുന്ന മാരാമൺ കൺവെൻഷൻ ഗായക സംഘം മലയാള ക്രൈസ്തവ ജനതയ്ക്ക് സംഭാവന ചെയ്തത്. 121 വർഷങ്ങൾക്ക് മുമ്പ് മാരാമൺ കൺവെൻഷൻ്റെ ആരംഭകാലത്ത് ഇന്നത്തെ പോലെ ക്രമീകൃതമായ ഗായക സംഘം അല്ല ഉണ്ടായിരുന്നത്. ദൈവകൃപ ലഭിച്ച ദൈവദാസന്മാരും ഉപദേശിമാരും അവർക്ക് ദൈവം പകർന്നു നൽകിയ ആത്മീയ അനുഗ്രഹങ്ങളിൽ നിന്നും ആശ്വാസത്തിൽ നിന്നും പ്രാപിച്ച വരികൾ പാട്ടുകളായി ജനമധ്യത്തിൽ എഴുന്നേറ്റ് നിന്ന് പാടിക്കൊടുക്കുകയും വിശ്വാസ സമൂഹം അത് ഏറ്റുചൊല്ലുകയുമായിരുന്നു പ്രാരംഭകാലത്തിൽ ചെയ്തു പോന്നത്. മാർത്തോമ സുറിയാനി സഭയിലെ ആദ്യകാല ഉപദേശിമാരായ ആഞ്ഞിലിത്താനം വർക്കി ഉപദേശിയും അങ്ങാടിക്കൽ അമ്പലവേലിൽ വർഗീസ് ഉപദേശിയുമായിരുന്നു ആദ്യകാലങ്ങളിൽ ഇത്തരം ഗാനങ്ങൾ പാടിക്കൊടുത്തു പോന്നത്. വർഷങ്ങൾ പിന്നിട്ടപ്പോൾ മാരാമൺ കൺവെൻഷൻ്റെ ഏറ്റവും പ്രധാനമേറിയ വിഭാഗമായി ഗായക സംഘം മാറി. പാട്ടുകളിലൂടെ ക്രിസ്തുവിൻ്റെ സ്നേഹവും ത്യാഗവും പന്തലിലാകമാനം അലയടിച്ചു. വിശ്വാസ സമൂഹത്തിന് ഗാനങ്ങൾ അനുഗ്രഹമായി മാറിക്കൊണ്ടിരുന്ന കാലത്ത് റവറൻ കെ.എം. മാത്യു പാട്ടുകൾക്ക് നേതൃത്വം നൽകുകയും ഇതിൻ്റെ തുടർച്ചയായി കൺവെൻഷൻ ഗായക സംഘം രൂപപ്പെടുകയും ചെയ്തു. കൺവെൻഷൻ ഗീതങ്ങളുടെയും ഗായക സംഘത്തിൻ്റെയും പ്രാധാന്യം തിരിച്ചറിഞ്ഞ് 1969 റവറൻ കെ.പി. ഫിലിപ്പച്ചൻ്റെ നേതൃത്വത്തിൽ മാർത്തോമ സഭയുടെ സംഗീത വിഭാഗമായ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സേക്രഡ് മ്യൂസിക് രൂപീകരിക്കുകയും തുടർന്നുള്ള വർഷങ്ങളിൽ കൺവെൻഷൻ ഗായക സംഘം ഈ വിഭാഗത്തിൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തന മികവ് തെളിയിക്കുകയും ചെയ്തു. ഇപ്പോൾ DSMRC ആണ് മാരാമൺ കൺവെൻഷനോടനുബന്ധിച്ചുള്ള പാട്ടുകളും പാഠപുസ്തകങ്ങളും CD-കളും ക്രമപ്പെടുത്തുന്നതും ഗായക സംഘത്തെ കണ്ടെത്തുന്നതും പരിശീലിപ്പിക്കുന്നതും. 400-ലധികം പേർ പങ്കെടുക്കുന്ന ശബ്ദ പരിശോധനയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട 101 അംഗ ഗായക സംഘമാണ് ഇത്തവണ കൺവെൻഷൻ ഗീതങ്ങൾ ആലപിക്കുന്നത്. 50 ഗായകന്മാരും 51 ഗായികമാരുമടങ്ങിയ ഗായക സംഘം മാസങ്ങൾ നീളുന്ന ചിട്ടയായ പരിശീലനത്തിലൂടെയാണ് ഗാനങ്ങൾ ആലപിക്കുന്നത്. ഈ വർഷം 16 പുതിയ ഗാനങ്ങളാണ് ഗായക സംഘം ആലപിക്കുന്നത്. ഓരോ വർഷവും ലഭിക്കുന്ന 100 കണക്കിന് ഗാനങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന മൂല്യമുള്ള രചനകളാണ് പുതിയ പാട്ടുകളായി പാഠപുസ്തകത്തിലും CD-യിലും ഉൾപ്പെടുത്തുന്നത്. 101 പാട്ടുകളടങ്ങിയ പാഠപുസ്തകവും 16 പുതിയ പാട്ടുകളടങ്ങിയ CD-കളും ആയിരക്കണക്കിന് കോപ്പികളാണ് മണൽപ്പുറത്ത് വിറ്റുപോകുന്നത്. മാരാമൺ കൺവെൻഷനിൽ പങ്കെടുക്കുന്ന ലക്ഷക്കണക്കിന് വിശ്വാസികളുടെ ഹൃദയങ്ങളിൽ സൗരഭ്യം പകരുവാൻ ഗായക സംഘത്തിന് ഇന്നും കഴിയുന്നു. കാലം മാറിയപ്പോൾ വേഷങ്ങളും മാറിയെങ്കിലും പാരമ്പര്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതെ രൂപപ്പെടുന്ന കൺവെൻഷൻ ക്വയറിൻ്റെ എക്കാലത്തെയും പ്രത്യേകത ശുഭ്രവസ്ത്രധാരികളായ ഗായകരാണ്. കൺവെൻഷൻ പന്തലിൽ ഓരോ വർഷവും മുഴങ്ങിക്കേൾക്കുന്ന പുതിയ പാട്ടുകൾ വരും ദിനങ്ങളിൽ അനേകലക്ഷം വിശ്വാസികളുടെ ഭവനങ്ങളിലും ഇടവകകളിലും ആവർത്തിക്കപ്പെടുകയും അനേകർക്ക് അവ ആശ്വാസത്തിനും പ്രത്യാശയ്ക്കും കാരണമായി തീരുകയും ചെയ്യുന്നു. അതെ, 121 വർഷങ്ങൾക്കിപ്പുറവും പമ്പാ മണൽപ്പുറത്തെ ഈ മണൽത്തരികൾ പോലും കാത്തിരിക്കുകയാണ് പുതിയ പാട്ടുകളുമായുള്ള ശുഭ്രവസ്ത്രധാരികളായ മാരാമൺ കൺവെൻഷൻ ഗായക സംഘത്തിൻ്റെ വരവിനായി. ഈ 101 അംഗ ഗായക സംഘത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടതായ ആളുകൾ മാത്രമാണ് CD-യിൽ വോയിസ് റെക്കോർഡ് ചെയ്യുന്നത്. ഈ പ്രാവശ്യം വോയിസിൽ പ്രത്യേകിച്ച് CD-യിൽ പാടിയിരിക്കുന്നത് 6 പെൺകുട്ടികളും 5 ആൺകുട്ടികളുമാണ്. അതേപോലെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ചെയ്തിരിക്കുന്നത് 8 ആളുകളാണ്.
16 പാട്ടുകൾ 8 ആളുകളാണ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. സ്ഥിരമായി നമുക്ക് പാട്ടുകൾ നൽകുന്ന പല ആളുകളുടെയും പാട്ടുകളുണ്ട്. അതോടൊപ്പം തന്നെ പുതുതായി ആദ്യമായി പാട്ട് തരുന്ന ആളുകളൊക്കെ ഉണ്ട്. അങ്ങനെ വൈവിധ്യമാർന്നതായ ഗാനങ്ങളാണ്, വ്യത്യസ്തതയുള്ളതായ ഗാനങ്ങളാണ്. ട്രഡീഷണൽ സോങ്സ് മാത്രമല്ല, ഇപ്പോഴത്തെ ട്രെൻഡിലുള്ളതായ പാട്ടുകളുണ്ട്, എന്നാൽ കർണാട്ടിക് മ്യൂസിക്കിലുള്ളതായ പാട്ടുണ്ട്, സാധാരണക്കാർ കൈയടിച്ച് പാടാവുന്ന പാട്ടുകളുണ്ട്. ഇങ്ങനെ എല്ലാ തരത്തിലുള്ള പാട്ടുകൾ മാരാമൺ ഉൾക്കൊള്ളിക്കാൻ പ്രത്യേകമായി ശ്രദ്ധിക്കുന്നുണ്ട്. ഈ വർഷം പ്രത്യേകിച്ചും ബഹുമാനപ്പെട്ട സാജൻ ബി മാത്യു അച്ഛൻ്റെ 2 പാട്ടുകൾ പുതുതായിട്ടുണ്ട്. അതിൽ പ്രത്യേകിച്ചും അനുഭവങ്ങളിലെല്ലാം എന്ന് പറയുന്നൊരു ഗാനം ഇന്ന് ഇവിടെ ഗായകസംഘം പാടി. വളരെ മനോഹരമായ വരികളാണ്. ഒരു സ്ലോ പാട്ടാണെങ്കിൽ പോലും നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു ചെല്ലുന്നതായ നല്ല ഉൾക്കാമ്പുള്ളതായ വരികളാണ്. മുൻ വർഷങ്ങളിൽ കൊയറിൽ ഒരു മെമ്പറായിട്ട് പാട്ട് പാടുവാൻ സാധിച്ചു. അതിനുശേഷം ഇപ്പോൾ കഴിഞ്ഞ ഏതാനും 5 വർഷങ്ങളോളമായി കൊയറിലെ ഇൻസ്ട്രുമെൻ്റ് പ്ലേ ചെയ്യുന്നതിൽ ഗിറ്റാറിസ്റ്റായിട്ട് ഇപ്പോൾ പ്രവർത്തിക്കുന്നു. എൻ്റെ ഇടത് സൈഡിലിരിക്കുന്ന സെബാൻ, അദ്ദേഹം ചങ്ങനാശ്ശേരിയിൽ നിന്ന് വരുന്നു. ഏകദേശം 12 വർഷക്കാലമായിട്ട് കൊയറിൻ്റെ റിതമിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു. വലത് സൈഡിലിരിക്കുന്ന ഷാജി മേൽപ്പാടത്തു നിന്ന് വരുന്നു. അദ്ദേഹം ഏകദേശം 15 വർഷത്തോളമായിട്ട് തബലിസ്റ്റായിട്ട് പ്രവർത്തിക്കുന്നു. അദ്ദേഹം ഞങ്ങളുടെ ഒരു കൊയർ മെമ്പറാണ്. അദ്ദേഹം കുണ്ടറയിൽ നിന്ന് ജിജു എന്നാണ് പേര്. റജി സൈമൺ കഴിഞ്ഞ വർഷം ഏറ്റവും നമ്മളൊക്കെയും ഏറെ അനുഗ്രഹത്തോടുകൂടി ശ്രവിച്ച, നമുക്കൊക്കെയും ഏറെ അനുഗ്രഹമായി തീർന്ന ഒരു ഗാനം രചിച്ചിരുന്നു. ഈ വർഷവും അദ്ദേഹത്തിൻ്റെ 2 ഗാനങ്ങൾ മാരാമൺ കൺവെൻഷനിലുണ്ട്. എന്താണ് മാരാമൺ കൺവെൻഷനെ കുറിച്ച് ഉള്ള ഒരു അനുഭവങ്ങൾ കൊയർ മെമ്പേഴ്സ് എന്ന നിലയിൽ നമ്മളോട് സംസാരിക്കുവാനായിട്ട് ഒരു സീനിയർ കൊയർ അംഗമായിട്ടുള്ള ഷൈലു സാറ് നമ്മോടൊപ്പമുണ്ട്. സാറിൻ്റെ അനുഭവങ്ങൾ അബ്ബാ ന്യൂസിനോട് പങ്കുവെക്കാം. നമസ്കാരം. ഞങ്ങളെ സംബന്ധിച്ച് മാരാമൺ കൺവെൻഷൻ ഒരു പ്രത്യേക അനുഭവമാണ്. പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഇതൊരു അനുഭവത്തിലുപരി പല ആൾക്കാരുമായിട്ടുള്ള ബന്ധങ്ങൾ സ്ഥാപിക്കുന്നതിനും അതോടൊപ്പം തന്നെ ഈ മാരാമൻ്റെ അനുഗ്രഹം ഏറ്റുവാങ്ങുന്നതിനും ഞങ്ങൾക്ക് ഓരോ വർഷവും സാധിക്കുന്നു. പ്രത്യേകിച്ച് ഈ വർഷത്തെ പാട്ടുകൾ വളരെ മനോഹരങ്ങളായിരുന്നു. ഞങ്ങൾക്ക് നന്നായിട്ട് ആസ്വദിച്ച് പാടുന്നതിനും അതോടൊപ്പം തന്നെ ഈ വിശ്വാസ സമൂഹത്തോട് ചേർന്ന് പാടുന്നതിന് ഞങ്ങൾക്ക് സാധിച്ചു. 2015 വർഷത്തിലെ പ്രാർത്ഥനയായി ഞാൻ വരുന്നു എന്നുള്ള ഗാനവും ഈ വർഷത്തെ അനുഗ്രഹദായകനെ എൻ്റെ പ്രിയൻ എന്നുള്ള 2 ഗാനങ്ങളും രചിച്ചിരിക്കുന്നത് നമ്മളുടെ പ്രിയ സുഹൃത്തായിരിക്കുന്ന റജി സൈമണാണ്. ഇവരൊക്കെയും ചേർന്നുകൊണ്ട് ഇപ്പോൾ അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആ ഗാനത്തിൻ്റെ ഈരടികൾ നമുക്ക് വേണ്ടി ആലപിക്കുന്നതായി. ഞാൻ വരുന്നു, എന്നെ നീ സ്വീകരിക്കൂ, യാചനയായി തിരുമുൻപിൽ എന്നെ നീ കേൾക്കണമേ. മാരാമൺ കൺവെൻഷൻ്റെ 7ാം ദിവസത്തെ കാഴ്ചകൾക്ക് തൽക്കാലം ഇവിടെ വിരാമമിടുകയാണ്. ഇന്ന് മുഴങ്ങിക്കേട്ടതായുള്ള വചനങ്ങളും
സംഗീതവും അതേപോലെ തന്നെ മാരാമൺ സ്പെഷ്യൽ പ്രോഗ്രാമും എല്ലാ പ്രേക്ഷകർക്കും ഏറ്റവും അനുഗ്രഹകരമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ പ്രോഗ്രാമുകൾ നാം കണ്ടിട്ടില്ലാത്ത, മാരാമൺ കൺവെൻഷനിൽ പങ്കെടുക്കാൻ സാധിക്കാത്ത അനേക ആളുകളിലേക്ക് എത്തിക്കുവാൻ നിങ്ങളുടേതായ ഒരു സഹായവും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ദയവായി യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെയുള്ള ഈ പേജിൽ നിന്ന് ഇത് ലൈക്ക് ചെയ്യുകയും ഇത് ഷെയർ ചെയ്യുകയും ചെയ്ത് അനേക ആളുകളിലേക്ക് ഈ മാരാമൺ കൺവെൻഷൻ്റെ വിശേഷങ്ങൾ എത്തിക്കണമേ എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. അതേപോലെ തന്നെ ഇന്നത്തെ ഈ കാഴ്ചകൾക്ക് ഇവിടെ വിരാമം കുറിക്കുന്നു. നാളെ മാരാമൺ കൺവെൻഷൻ്റെ സമാപന യോഗം ആകുന്നു നടക്കുന്നത്. രാവിലെ നടക്കുന്ന വിശുദ്ധ കുർബാനയിലും തുടർന്നുള്ളതായിട്ടുള്ള എല്ലാ ശുശ്രൂഷകളിലും ദൈവകൃപ വ്യാപരിക്കേണ്ടതിന് ഏവർക്കും ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇന്നത്തെ രാവിലത്തെ മാരാമൺ കൺവെൻഷൻ്റെ പുതിയ സുവിശേഷകർക്ക് വേണ്ടിയുള്ള പ്രതിഷ്ഠാ ശുശ്രൂഷ കോഴഞ്ചേരി മാർത്തോമ പള്ളിയിൽ വെച്ച് നടക്കുകയുണ്ടായി. അനേക ആളുകൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുകയും അതിൽ പ്രാർത്ഥിക്കുകയും പ്രാർത്ഥനയോടെ കടന്നു വരികയും ചെയ്തത് ഏറ്റവും ശ്രദ്ധേയമായ ഒരു സംഭവമായിരുന്നു എന്ന് ഇവിടെ വർണ്ണിക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. ഇന്നത്തെ കാഴ്ചകൾക്ക് തൽക്കാലം വിട പറയുകയാണ്. ക്യാമറാമാൻ ബിജു തട്ടാവിളയ്ക്കൊപ്പം റോണി എം സ്കറിയ.